DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കുള്ള ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഇന്നലെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത്. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപ വീതമാണ് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ഇതിനായി 812 കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ 1600 രൂപ വീതമുള്ള പെൻഷനും വിതരണം ചെയ്യുകയാണ്. അതേസമയം സർക്കാർ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഒരു മാസത്തെ പെൻഷനായ 1600 രൂപയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പലർക്കും ഇന്ന് 1600 രൂപ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. 3.5 ലക്ഷത്തോളം പേർക്കാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത്. 15 മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് കുടിശ്ശികയായി ഉള്ളത്. ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ 26 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടും തുകയെത്തും. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള 8 ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുകയായി 1100 മുതൽ 1400 വരെയുള്ള തുകയായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ള തുക പ്രത്യേകമായി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. നേരത്തെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും വിതരണം തുടങ്ങുന്ന തീയതി കൃത്യമായി പറഞ്ഞിരുന്നില്ല. അടുത്ത ആഴ്ച വിതരണം എന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്നാണ് പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക എന്നത് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റും സർക്കാർ ചെലവുകൾക്കുമൊക്കെയായി റിസർവ് ബാങ്ക് വഴി സംസ്ഥാനം ഫെബ്രുവരി 25-ന് കടമെടുപ്പ് നടത്തുകയാണ്. 1920 കോടി രൂപയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലുള്ള ഇ-കുബർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുക്കുന്നത്. ചൊവ്വാഴ്ച കടമെടുപ്പ് പൂർത്തിയായാൽ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ആരംഭിച്ചേക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക. അടുത്ത ആഴ്ചയോടെ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കെല്ലാം തുക എത്തിച്ചേരുകയും ചെയ്യും. വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കും അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കുമെങ്കിലും എല്ലാവർക്കും വീട്ടിൽ പെൻഷൻ എത്തിച്ചേരുവാൻ അതിനടുത്ത ആഴ്ച കൂടി ആകുന്നതാണ്. സാധാരണ രീതിയിൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണത്തിന് 10 ദിവസത്തോളം സമയമെടുക്കുന്നത് കൊണ്ടാണിത്. ഫെബ്രുവരി മാസത്തെ പെൻഷനും വിതരണം ചെയ്യുന്നതോടെ കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ തുടർച്ചയായി എല്ലാ മാസവും ഒരു വർഷത്തേക്ക് പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.